എൻ്റെ പേര് ടീന എന്നാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ബേബീസ് ഡേ ഔട്ട് ഡേ കെയർ ആൻഡ് കിൻഡർ ഗാർഡൻ എന്നൊരു സ്ഥാപനം നടത്തി വരുന്ന ഒരാളാണ്. ഞാൻ 8 വർഷമായി ഈ ഒരു സ്ഥാപനം നടത്തുന്നു. ഞാൻ ആദ്യം ഇത് തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ ഡിഫറെൻ്റ് ഒരു ഫീൽഡിൽ നിന്നാണ് വന്നിരുന്നത്. അപ്പം ഞാനിത് ശരിക്കും പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ലൈഫിൽ എന്താ പറയുക, അത്രയും ആഗ്രഹിച്ച ഒരു കാര്യങ്ങൾ വേറെ ഒന്നുമില്ല എനിക്ക്. നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ബിൽഡിങ്, ഇത് ഞാൻ എന്താ പറയുക, അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ വന്നത്. നമ്മുടെ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ 4 months മുതൽ കിൻഡർ ഗാർഡൻ വരെയുള്ള, അതായത് KG സെക്ഷൻ വരെയുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്നത്. നമ്മുടെ ഈ വീട്ടിലേക്ക് വരുന്ന ഓരോ പേരൻസിനും പിള്ളേർക്കും ഞാനുമായിട്ട് ആദ്യത്തെ ഒരു കുറച്ച് ദിവസങ്ങൾ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. നമ്മൾ പേരൻസായിട്ട് ഒരു വലിയൊരു ഫാമിലി ആയിട്ടും, അതായത് വീഡിയോ എന്നൊരു ഫാമിലി ആയിട്ട് ഒരു ഫാമിലിക്ക് ഉണ്ടാകുന്ന ഒരു ബോണ്ടാണ് നമ്മൾ ശരിക്കും വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ അടുത്ത അമ്മയിൽ നിന്ന് മാറ്റി വേറൊരു അമ്മയുടെ കയ്യിലേക്ക് തരുമ്പോൾ, നമ്മളിപ്പോൾ ഒരു സ്ഥാപനം നടത്തുക എന്ന് പറഞ്ഞാലും ഇത് ഒത്തിരി ഇൻറ്റിമസി ഉള്ളൊരു ഫീൽഡാണ്. അപ്പം ഇവിടെ വരുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ കരച്ചിലും ബഹളങ്ങളെല്ലാം ഈ ഒരു വീടിനകത്ത് അത്രയുണ്ട്. ആദ്യത്തെ ഒരു 1 week പേരൻസിനെ എന്നെ സംബന്ധിച്ച് വല്ലാത്തൊരു എന്താ പറയുക, ഇമോഷണലി മെൻ്റലി എല്ലാം പേരൻസിൻ്റെ ടെൻഷൻസ് ഞാൻ മനസ്സിലാക്കണം, അതുപോലെ തന്നെ പേരൻസിൻ്റെ കൺസേൺസ് മനസ്സിലാക്കണം. എന്നെ സംബന്ധിച്ചാണെങ്കിലും കരച്ചിലും ബഹളവും, സ്റ്റാഫിനെ സംബന്ധിച്ചാണെങ്കിലും അവർക്കും കുറേ സാക്രിഫൈസസും കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു ടൈമാണ് ഒരു ആദ്യത്തെ ഒരു 1 week. പിന്നെ ഞങ്ങളൊരു വലിയൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകും. ഒരു 6 വർഷം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയും എന്നെയും പേരൻസിനെ സംബന്ധിച്ച് ഒരു വലിയൊരു ട്രസ്റ്റ് ഉള്ളൊരു വലിയൊരു വീടാണ് ഞങ്ങൾ ഈ കാണിക്കാൻ പോകുന്നത്. ഇതാണ് എൻ്റെ സ്വർഗം, എൻ്റെ വീഡിയോ, നമ്മൾ അത്രയും ആഗ്രഹിച്ച് ചെയ്ത വീഡിയോ. സോ നമുക്ക് ഓപ്പൺ ചെയ്യാം. മഴവില്ലിനാലിഴമേന്നിടും അഴകിൻ കൂട്, തളിരിളം ചൂടിൽ ആ നെഞ്ചിൽ തല ചായ്ച്ചൊന്നുറങ്ങിടുവാൻ ചെറുപ്രാവുകൾ അണയുന്നിതാ ആനന്ദമായി ആവേശമായി. സ്കൂളിൻ്റെ അസംബ്ലി ടൈമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നമുക്ക് KG സെക്ഷനും അതുപോലെ നഴ്സറി പ്ലേ സ്കൂളിൻ്റെ ടൈമിംഗ് എല്ലാം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് അസംബ്ലി ആണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ റെഡിയായിട്ട് നിൽപ്പുണ്ട്, വിത്ത് ടീച്ചേഴ്സ് ആണ്. പുലരിപ്പു മെല്ലെ മെല്ലെ ഇതളിട്ടു മേലെ മേലെ മനമേതോ പാടും കിളിയായി ഒരുമിച്ചിണ്ടെന്നൽ തേരിൽ മണലോരം ഈളെ പാറാം കിനാവിൻ നറുതേൻ നുണയാം ആശാമുകിൽ അതിരിടാവാനില. ഇതാണ് നമ്മുടെ കിൻഡർ ഗാർഡൻ ഏരിയ, LKG ആൻഡ് UKG. നമ്മളിപ്പം LKG UKG എന്നൊരു പേരല്ല കൊടുത്തിരിക്കുന്നത്. ഞാൻ ഓരോ ക്ലാസ് റൂമിനും ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള നെയിംസ് ആണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഓരോ ക്ലാസ് റൂമായിട്ട് കാണിച്ചു തരാം. ഗാലക്സി റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് KG ബാച്ച്, അവര് കുറച്ച് പിള്ളേരേ ഉള്ളൂ, അവരുടെ ക്ലാസ് റൂമാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഞാൻ ബിൽഡിങ്ങിന്റെ ആദ്യത്തെ ഒരു കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പേസ്റ്റൽ ഷെയ്ഡിൽ വേണം എൻ്റെ ബിൽഡിംഗ് കംപ്ലീറ്റ്ലി ഇരിക്കാൻ. ഒരു സ്കൂൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല, പിള്ളേർക്ക് ഒരു സെക്കൻഡ് ഹോം ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഓരോ ക്ലാസ് റൂം ചെയ്തപ്പോഴും എൻ്റെ ആഗ്രഹങ്ങൾ അത്രയും ഞാൻ അവരോട് കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതൊന്നും സ്റ്റിക്കേഴ്സ് അല്ല, എല്ലാം പെയിന്റിങ്സ് ആണ്. നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയും ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടാണ് ഓരോ പെയിന്റിങ്സും നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ സ്പെഷ്യലായിട്ട് അടുത്ത റൂം കാണിക്കാം. നെക്സ്റ്റ് ഇയറിലേക്കുള്ള LKGയുടെ റൂമാണ്. നമുക്കിപ്പോൾ 2 ബാച്ചാണ് KG സെക്ഷൻ പോകുന്നത്, KG 1 and KG 2. ഇത് നമ്മുടെ ഡൈനോഡൻ. പണ്ടൊക്കെ നമ്മളിങ്ങനെ കളർഫുൾ ആയിട്ട് ഗ്രീൻ, ഓറഞ്ച്, ഇങ്ങനെ ഭയങ്കര ഡാർക്ക് കളേഴ്സ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇപ്പം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ പേസ്റ്റൽ ഷെയ്ഡിലാണ് കംപ്ലീറ്റ്ലി. ഡൈനോസേഴ്സും കാര്യങ്ങളും പിള്ളേർക്ക് ക്യൂരിയോസിറ്റി തോന്നുന്ന ഓരോ പിക്ചേഴ്സുമാണ് നമ്മളിവിടെ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണിക്കുന്നത് ഈ വർഷത്തെ LKG ബാച്ചുകാരാണ്, അതായത് സെക്കൻഡ് ബാച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓഷനകത്ത് എന്തൊക്കെയുണ്ട്, അതായത് നമ്മളിപ്പോൾ ഫിഷസ് ഉണ്ട്, സ്റ്റാർ ഫിഷ് ഉണ്ട്. നമ്മളിപ്പം പറഞ്ഞു കൊടുത്താൽ മാത്രം പോരല്ലോ, അവർക്ക് കാണണം എന്നുള്ളതുകൊണ്ട് പിക്ചേഴ്സ് എല്ലാം ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ് റൂമും അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോൺസെപ്റ്റും കളേഴ്സും മിക്സ് ചെയ്തിരിക്കുന്ന ക്ലാസ് റൂമാണിത്.
ഇത് നഴ്സറി സെക്ഷനാണ്. 3 to 4 ഏജ് ഗ്രൂപ്പിന്റെ ക്ലാസ് റൂമാണ്. ഇവിടെ ഓരോ പെയിന്റിങ്സും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം എനിക്ക് പിള്ളേര് വരുമ്പോഴേ കാണുന്ന ഒരു ഇതുണ്ടല്ലോ, ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പെയിന്റിങ്സ് ആണ്. ഒരു ചെറിയ ക്യാറ്റ്സും എന്നും ഒക്കെ ആയിട്ട് ക്യൂട്ടായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കളേഴ്സ് ആണെങ്കിലും വളരെ എന്താ പറയുക, ലൈറ്റ് ഷെയ്ഡിലാണ് ഇരിക്കുന്നത്. ഈ പേസ്റ്റൽ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഏറ്റവും വലിയ ക്ലാസ് റൂമും നമ്മുടെ ഇത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് നമുക്ക് എപ്പോഴും വരുന്നതും ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ്. അതായത് KGക്ക് മുന്നേ ഉള്ള പ്രിപ്പറേഷനാണ് നഴ്സറി എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലാസ് റൂമാണിത്. അതുപോലെ തന്നെ ഇവർക്ക് പ്രത്യേകമായിട്ട് കിടക്കാനായിട്ട് നമ്മൾ ബെഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എന്താ പറയുക, നമ്മൾ നിലത്ത് പായിട്ട് ഒക്കെയാണ് നഴ്സറിയിലൊക്കെ നമ്മൾ കിടന്നിരുന്നത്. അപ്പം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബെഡും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസ് റൂം കംപ്ലീറ്റ്ലി ഞാൻ കാണിച്ചു തരാം. മഴവില്ലിനാലിഴമേന്നിടും അഴകിൻ കൂട് നമ്മൾ ഈ ഫ്ലോറിൽ നമ്മൾ ഓരോ ക്ലാസ് റൂംസും ചെയ്തിരിക്കുന്ന ഓരോ ഏജ് ഗ്രൂപ്പ് അത് അനുസരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 to 4, 2 to 3, അതുപോലെ തന്നെ 1 to 2 ഏജ് ഗ്രൂപ്പിനെ സ്പെഷ്യലായിട്ട് ഓരോ ക്ലാസ് റൂം ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോ ക്ലാസ് റൂമിന് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. റെയിൻബോ റൂം, അതുപോലെ തന്നെ ഡ്രീം നെസ്റ്റ്, ഫാം ഫ്രണ്ട്സ് റൂം. അപ്പം ഇത് പിയർ ഗ്രൂപ്പിനെ കൂടി തന്നെ കുഞ്ഞുങ്ങൾ നിങ്ങളായി പോകണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അല്ലാതെ നമ്മൾ മിക്സ് ചെയ്ത് പിള്ളേരെ ഇരുത്തുമ്പം അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് അവരുടെ ഒരു ക്യാരക്ടറിൽ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് എല്ലാം സെപ്പറേറ്റ് വിങ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ 2 to 3 ഏജ് ഗ്രൂപ്പിൻ്റെതാണ്. ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ കുഞ്ഞുങ്ങൾ കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക, നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക, ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളാണ് പഠിക്കുന്നത്. അവർക്ക് റൈറ്റിംഗ് ഒന്നുമില്ല. അപ്പം നമ്മൾ റെയിൻബോ ആ ഒരു തീമിൽ തന്നെയാണ് ക്ലാസ് കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നഴ്സറി 2ന്റെ ക്ലാസ് റൂമാണ്. നമുക്ക് നഴ്സറി തന്നെ 2 ഡിവിഷൻസ് ഉണ്ട്. അതായത് LKGയിലേക്ക് ഏജിൽ ജൂൺ ആകുമ്പോഴത്തേന് 4 years കംപ്ലീറ്റ് ആകാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് റൂമാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വർഷമൊക്കെ ബാക്കിലേക്ക്, അതായത് ജൂൺ ആകുമ്പോൾ 4 years ആകത്തില്ല, നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്ക് അഡ്മിഷൻസ് വരുന്ന കുഞ്ഞുങ്ങളുടെ ക്ലാസ് റൂമാണ് ഇത്. അപ്പം ചെറിയ സ്ലൈഡ്സും ഫെൻസും കാറ്റർപില്ലേഴ്സും ഒക്കെ ആയിട്ട് ഒരു ചെറിയ റൂമാണ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ഒരു പോൾക്കാ ഡോട്ട്സിലാണ് കംപ്ലീറ്റ്ലി ആ തീം പോയിരിക്കുന്നത്. 3 years മുതൽ നമ്മൾ ഇവിടെ ബുക്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ആദ്യം തന്നെ നമ്മൾ റൈറ്റിങ്ങും കാര്യങ്ങളല്ല ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ സ്ലേറ്റിലാണ്, പഴയ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ മണലിൽ എഴുതിപ്പിക്കുക, അതുപോലെ തന്നെ സ്ക്രിബിൾ ചെയ്യിപ്പിക്കുക. പിള്ളേർക്ക് ആദ്യം പെൻസിൽ ഗ്രിപ്പാണ് കിട്ടേണ്ടത്. അപ്പം നമ്മൾ പെൻസിലിന് ആ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് അത് സ്ക്രിബിളിങ് പെൻസിലും സ്ലേറ്റും കൊടുത്തിട്ട് നമ്മളത് ചെയ്യുന്നത്. നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോഴാണ് ഒരു 3.5 ഒക്കെ ആകുമ്പോഴാണ് ബുക്കും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം മാക്മിലൻ ബുക്സ് ആണ് നമ്മളിവിടെ KG വരെ യൂസ് ചെയ്യുന്നത്. അവർക്ക് ആക്ടിവിറ്റീസ് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ ഇൻഫൻസിന്റെ റൂമാണ്. അപ്പം നമുക്ക് തൊട്ടി കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. 4 മാസം മുതലാണ് നമ്മൾ അഡ്മിഷൻസ് എടുക്കുന്നത്. അപ്പം നമ്മൾ തൊട്ടിയിൽ ഇപ്പം നിലവിൽ നമുക്ക് 4 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അവർക്ക് ഇഷ്ടമുള്ള പെയിന്റിങ്സ് ഒക്കെ ഒത്തിരി കളർഫുൾ ആയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് പോയിരിക്കുന്നത്. അവർക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും കബേർഡ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്കൈ റൂം എന്നാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഈ ക്ലാസ് റൂമിൽ നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. ഗിറ്റാറും കീബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻ ഫ്യൂച്ചർ, അതായത് ജൂൺ മുതൽ നമ്മൾ ഇതൊരു സ്മാർട്ട് ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റൂം. ഇതാണ് നമ്മുടെ ഓഫീസ് സെക്ഷൻ വരുന്നത്. അഡ്മിനിസ്ട്രേഷൻ എവിടെയാണ്. നമ്മുടെ ഓഫീസിൽ ലിബി ഉണ്ട്. ലിബി കുറച്ച് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഇത് 2 ക്യാബിനായിട്ടാണ്. ഇത് എൻ്റെ പേഴ്സണൽ സ്പേസ് ഇവിടെയാണ്. എല്ലായിടത്തും നമ്മൾ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും നമ്മൾ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കിച്ചൺ ഏരിയ ആണ്. നമുക്ക് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ്, മിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. then ഉച്ചയ്ക്കത്തെ ലഞ്ച്, ഈവനിങ് സ്നാക്ക്, പാലെല്ലാം ഇവിടെ തന്നെ ആണ്. അതുപോലെ 8 മണി മുതൽ 6 മണി വരെയാണ് ടൈം വരുന്നത്. അപ്പം പേരൻസിനെ സംബന്ധിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ രാവിലെ പാക്ക് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് നമ്മൾ ഫുഡിന്റെ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് പിള്ളേർക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ കിച്ചൺ കാണിക്കാം. കിച്ചണിലെ ചേച്ചിമാരെ കാണിച്ചു തരാം. രമണി ചേച്ചിയുണ്ട്, ബ്ലോസം ചേച്ചിയുണ്ട്. നമ്മുടെ കിച്ചൺ ഇതാണ്. അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പൊ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ലഞ്ചും എല്ലാം പ്രിപ്പയർ ചെയ്യാൻ. ആസ് എ പേഴ്സൺ ഞാൻ ഹൈജീനിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മുടെ ക്യാമ്പസ്, നമ്മളെ കുഞ്ഞുങ്ങളെ വിടുന്നൊരു സ്ഥലം വളരെ നീറ്റ് ആയിട്ടിരിക്കണം എന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുള്ള ഒരാളാണ്. ഏത് പേരന്റ് വന്നാലും ആദ്യം ടോയ്ലറ്റ്, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു കാണിക്കുന്ന ഒരാളാണ്. കാര്യം ഏറ്റവും നീറ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അല്ലേ. നമ്മളിവിടെ ചെയ്ത ഒരു കാര്യം ഇന്ന് കുഞ്ഞു കുഞ്ഞു ടോയ്ലറ്റ്സ്, അതായത് ടോയ്ലറ്റിന്റെ ക്ലോസറ്റ്സിന്റെ വലുപ്പമൊക്കെ ചെറുതായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനത് കാണിച്ചു തരാം. അവർക്ക് അവരുടെ കംഫർട്ടബിൾ ലെവൽ അനുസരിച്ചിട്ട് അവർക്ക് ഇരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. ചെറിയ ചെറിയ, അതായത് ആരുടെ ഹെൽപ്പ് ഇല്ലാതെ അവർക്ക് ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ബോയ്സിനാണെങ്കിലും യൂറിനലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് സണ്ണ്. ഓക്കെ, നമ്മൾ ഓർക്കും പിള്ളേർക്ക് ഈ ബുക്ക് കണ്ടാൽ പെട്ടെന്ന് എന്ത് മനസ്സിലായി, ഇവർ റീഡ് ചെയ്യോ, ഒന്നുമില്ല.
നമ്മൾ ഒരു വയസ്സ് മുതൽ പിള്ളേരെ ടച്ച് ആൻഡ് ഫീൽ ബുക്സ് ഉണ്ട്. നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലയൺ ഇതേണ്ട കുഞ്ഞുങ്ങൾക്ക് കാണുമ്പോൾ ഇവർ ടച്ച് ചെയ്യും, ഇവരിങ്ങനെ ടച്ച് ചെയ്തിട്ട് ഫീൽ ചെയ്യുന്ന ബുക്സ് ആണ് ഇതൊക്കെ. ഈ ഒരു കോർണർ ഞങ്ങളെ സംബന്ധിച്ച് സ്പെഷ്യലാണ്. ഇതെല്ലാം നമ്മുടെ പേരൻസ് കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു റിട്ടേൺ ഗിഫ്റ്റ് തരുന്നതാണ്. ഞങ്ങൾ ബർത്ത്ഡേസിൽ ഒരിക്കലും നമ്മൾ നേരത്തെയൊക്കെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു കോൺസെപ്റ്റ് മാറി. നമ്മൾ പിന്നെ ലൈബ്രറി ഷെൽഫ്, ഓരോ ക്ലാസ് റൂംസിലും ലൈബ്രറി ബുക്സ് ഇങ്ങോട്ട് നമ്മൾ പേരൻസ് തരും. നമ്മളതാണ് ഇവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോണേ, മിറർ കണ്ടോണേ, സൂത്രം കണ്ടോണേ, കണ്ണാടി ഉണ്ട്. ദേ തളിരിളം ചൂടിൽ ആ നെഞ്ചിൽ തല ചായ്ച്ചൊന്നുറങ്ങിടുവാൻ ചെറുപ്രാവുകൾ അണയുന്നിതാ ആനന്ദമായി ശിശിരകാലം. പിള്ളേരെ പോലെ തന്നെ എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചെടി എന്ന് പറഞ്ഞാൽ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിലും ഗ്രീൻ ആയിട്ട് നമ്മുടെ ക്യാമ്പസ് കാണണം എന്നുള്ള വളരെ ആഗ്രഹമായിരുന്നു. നമുക്കിനി കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. നമ്മൾ സെപ്റ്റംബറിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയത്. ഇനി നമുക്ക് കുറേ ഫ്ലവറിങ് പ്ലാന്റ്സ്, അതുപോലെ തന്നെ കുറച്ച് ബേർഡ്സും എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൂളിൻ്റെ ഫെസിലിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്. കുഞ്ഞു പിള്ളേരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അവർ ഗ്രാസ്പ് ചെയ്യുന്നൊരു ഏജാണിത്. അതായത് നമ്മൾക്ക് ഈ ഒരു 1 മുതൽ 6 വരെയുള്ള ഏജിൽ അവരെല്ലാ കാര്യങ്ങളും, എന്ത് കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചാലും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. ലൈഫ് സ്കിൽസ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ജൂൺ മുതൽ, നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ ജൂൺ മുതൽ നമ്മളിവിടെ പൂളിൻ്റെ ഫെസിലിറ്റി, സ്വിമ്മിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 4 ഇയേഴ്സ് മുതലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുള്ള ടീമെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളെ പൂള് ഇതാണ് കാണുന്നതാണ്. ഇപ്പം വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ ഇതാണ് നമ്മുടെ ഫെസിലിറ്റി. ഇതാണ് നമ്മൾ സ്കൂളിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഇതിനകം ഒന്നെനിക്ക് കാണണം. ഞാൻ കുറേ പ്രാവശ്യം ആലോചിച്ചു, ഇത്രയും നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണോ, എല്ലാവരും വന്ന് കാണട്ടെ. ഇനാഗ്രേഷൻ ടൈമിൽ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നീട് ഞാൻ ആലോചിച്ചു, മറ്റൊരാൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവുമെങ്കിൽ അത്രയും നല്ല കാര്യമല്ലേ എന്ന് ഓർത്തിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാനിങ്ങനെ ഓരോ പോർഷൻസ് നിങ്ങളെ കാണിച്ചു തരുന്നത്. സ്കൂൾ തുടങ്ങിയ സമയത്ത് നമുക്ക് ഏജ് ഗ്രൂപ്പ് 1.5 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളെയാണ് ഞാൻ എടുത്തിരുന്നത്. അത് ഓരോ ദിവസം ചെല്ലുന്നവരും നമുക്ക് കുഞ്ഞുങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ പേരൻസിൻ്റെ കൺസേൺസും കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ ഞാൻ ആ ഏജ് ഗ്രൂപ്പ് കുറച്ചുകൂടെ ബാക്കിലേക്ക് മാറ്റി 4 months എന്നുള്ള ഒരു ഏജ് ഗ്രൂപ്പിലേക്ക് വന്നു. എനിക്ക് ആകെയുള്ളൊരു എക്സ്പീരിയൻസ് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കിയെല്ലാം ഞാൻ ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ ഇതിന് ഒത്തിരിയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. കാര്യം നമ്മളിപ്പം കാണുന്നത് സ്പീച്ച് ഡിലേസ് ഉള്ള പിള്ളേരുണ്ട്, ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് ഉള്ള പിള്ളേരുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നപ്പം പിള്ളേർക്ക് ആക്ടിവിറ്റീസ് ത്രൂ ആണ് ഓരോ കാര്യങ്ങൾ കൊടുക്കേണ്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുപോലെ പേരൻസിൻ്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി പഠിപ്പിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമല്ല. അവർ സേഫായിട്ടൊരു പ്ലേസിലിരിക്കുക, ഒരു സന്തോഷമായിട്ടിരിക്കുക, അവരുടെ ചൈൽഡ്ഹുഡ് ശരിക്കും മെമ്മറബിൾ ആകുക എന്നുള്ളതായിരുന്നു പേരൻസിനെ സംബന്ധിച്ച് അവരുടെ കൺസേൺസ് അത്രേ ഉള്ളൂ. നമ്മളൊരു സിലബസ് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളല്ല പേരൻസ് ആഗ്രഹിക്കുന്നത്. അവരുടെ കുഞ്ഞുങ്ങളെ അവർ ജോലിക്ക് പോകുമ്പം സമാധാനത്തിൽ വിട്ടയക്കാൻ പറ്റുന്നൊരു സ്ഥലം എന്നാണ് പേരൻസിൻ്റെ കൺസേൺ. അതെപ്പോഴും ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ പിള്ളേരുടെ ഫുഡ് കാര്യങ്ങൾ, ഹൈജീൻ ആണെങ്കിലും ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും പ്രോപ്പർ അവർക്കുള്ളൊരു ടേക്ക് കെയർ കൊടുക്കുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ് BDO. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ടീം, ഞാൻ തന്നെ അല്ല ഈ ഒരു കാര്യങ്ങൾ നടത്തുന്നത്. ടോട്ടൽ നമുക്ക് 25 ആണ് സ്റ്റാഫിൻ്റെ എണ്ണം വരുന്നത്. നമുക്കൊരു ബ്രാഞ്ചും കൂടെ ഉണ്ട്. നമ്മുടെ മെയിൻ സ്ഥലമാണ് ഇവിടെ. ഈ ഒരു ബിൽഡിംഗ് എന്ന് വെച്ചാൽ എൻ്റെ ഹാർട്ട് ബീറ്റ് തന്നെയാണ്. ഞാനിവിടെ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ റെൻ്റഡ് ബിൽഡിങ്ങിൽ കിടക്കുമ്പം ആ സമയത്ത് എനിക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ ഒന്ന് പാർക്കിൽ ഇറക്കാൻ സ്ഥലമില്ല, അവരുടെ അടുത്ത് കൊണ്ടുപോകാനായിട്ടൊരു സ്ഥലമില്ല. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴും അതുപോലെ തന്നെ കളിക്കുന്ന കാര്യങ്ങളാണ്, ലിമിറ്റഡ് ആണ് അവരുടെ സ്പേസ്. അപ്പോൾ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു ഒരു സ്ഥലം മേടിക്കാനും ബിൽഡിങ് ചെയ്യാനൊക്കെ. പക്ഷേ ദൈവം ഒത്തിരി എന്നെ ബ്ലസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ നിങ്ങൾ ബാക്കി കാണുന്ന ഇതിൻ്റെ ഓരോ മുക്കിനും മൂലയിലും നമ്മുടെ ഒത്തിരി പ്രാർത്ഥനയും ഹാർഡ് വർക്കും ഉണ്ട്. ഞാനിവിടെ പാർക്കിൻ്റെ കാര്യങ്ങളാണേലും ബിൽഡിങ് ചെയ്തപ്പോഴൊക്കെ ആണെങ്കിലും ഓരോ സ്ഥലത്തും ഇതിൻ്റെ കാര്യങ്ങൾ വേണം. അതനുസരിച്ചാണ് നമ്മൾക്ക് നമ്മുടെ കൂടെ നിന്ന് ടീമുകൾ കംപ്ലീറ്റ്ലി എനിക്ക് ഓരോ കാര്യങ്ങളും അത് ചെയ്തു തന്നിരിക്കുന്നത്. നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ഡേ കെയറിൽ കുഞ്ഞുങ്ങളെ വിടുക, അല്ലെങ്കിൽ ഏർലി സ്റ്റേജിൽ ഒരു 1.5 വയസ്സിലൊക്കെ സ്കൂളിൽ വിടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണെങ്കിലും പേരൻസിനെ സംബന്ധിച്ചും ഗ്രാൻഡ് പേരൻസിനെ സംബന്ധിച്ചൊക്കെ വളരെ കൺസേൺ ഉള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാനിപ്പം പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ബിസിനസ്സിന് വേണ്ടി പറയുന്നതല്ല. 1.5 വയസ്സ് മാക്സിമം ആ ഒരു ഏജ് വരെ നമുക്ക് ഇപ്പം കുഞ്ഞുങ്ങളെ വീട്ടിലെടുത്താൻ പാടുള്ളെന്ന് ഞാൻ പറയും. ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അടുത്ത സ്കൂളുകളും കാര്യങ്ങളും ഡേ കെയർ അത്രയും ട്രസ്റ്റായിട്ട് നമുക്ക് വിടാൻ പറ്റുന്നൊരു കാര്യങ്ങളുണ്ടെങ്കിൽ
അത് ശരിക്കും നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോഴത്തെ ഞാൻ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് സ്പീച്ച് ഡിലേസ് ഉള്ള പിള്ളേരും ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങൾ ഒത്തിരി നമുക്ക് അഡ്മിഷൻസും കാര്യങ്ങളും വരുമ്പം 1.5 വയസ്സ് മുതൽ നമ്മൾ അവരുടെ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യണം. 1 വയസ്സ് മുതൽ നമ്മൾ വേർഡ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഏജിൽ വീട്ടിലിരിക്കുമ്പം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വേറെ അവർക്ക് എൻഗേജ്ഡ് ആകാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ TV വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഫോണായിരിക്കും, പേരൻസ് വർക്കിംഗ് ആയിരിക്കും, എല്ലാവരും രണ്ടുപേരും വീട്ടിലെ അപ്പനും അമ്മയും വർക്കിംഗ് ആയിരിക്കും. ഇപ്പം ഗ്രാൻഡ് പേരൻസിനെ സംബന്ധിച്ചും ഇവരുടെ പുറകെ നടക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ ഒത്തിരി പാടാണ്. പഴയൊരു തലമുറയെ ജനറേഷനെ കൊണ്ട് നടക്കുന്ന പോലെ അല്ല പുതിയൊരു ജനറേഷൻ വരുന്നത്. സോ അവർ എൻഗേജ്ഡ് ആകാൻ വേണ്ടി അവർ TV വെച്ച് കൊടുക്കും. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന വേർഡ്സും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അവർ ആ TV കാര്യങ്ങളായിരിക്കും അഡാപ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഫോണിലെ കാര്യങ്ങളായിരിക്കും പെട്ടെന്ന് അവർ ആ റൈംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അഡാപ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം ഇവിടെ അഡ്മിഷൻസ് വരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ട്. അവർക്ക് റൈംസ് അറിയാം, അല്ലെങ്കിൽ സ്റ്റോറീസ് അറിയാം, ഇന്ന കാര്യങ്ങൾ, നമ്പേഴ്സ്, കളേഴ്സൊക്കെ അറിയാം. പക്ഷേ അവനൊരു പേര് പറയാനോ അല്ലെങ്കിൽ അമ്മയുടെ പേരെന്താണെന്നൊന്നും പറയാൻ അറിയാമല്ലാത്ത കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് 3 years ആയിട്ടും 4 years ആയിട്ടും വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. സോ ആ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ സെയിം നമുക്ക് പിയർ ഗ്രൂപ്പുമായിട്ട് മിങ്കിളാക്കുക. അറ്റ്ലീസ്റ്റ് 2 hours എങ്കിലും ഉച്ചവരെ കുഞ്ഞുങ്ങളെ വിടുക. അത് അവരുടെ ഒരു മെൻ്റലി ഉള്ള കാര്യങ്ങളും ഫിസിക്കലി അവർ കളിക്കണം. കുറേ കാര്യങ്ങൾ അവർ കണ്ടു പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ സ്കൂളെന്നല്ല, എന്താ പറയുക, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളും വരും. നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാകുക, അതുപോലെ മെൻ്റലി അവർ ഓക്കെ ആയിട്ടിരിക്കുക. കുഞ്ഞുങ്ങൾക്ക് മെൻ്റലി സ്ട്രെസ്സും കാര്യങ്ങളുണ്ട്. സ്പീച്ച് ഡിലേ എന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. നമുക്ക് ആപ്റ്റായിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് 1 to 6 ഏജിനകത്ത് അവരുടെ ഡെവലപ്മെൻറ്റ്സ് കറക്റ്റായിട്ട് പോയിട്ടില്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ നമ്മൾ ആസ് എ പേരൻറ്റ് നമ്മൾ സ്ട്രഗിൾ ചെയ്യും. അതുപോലെ തന്നെ ഹോൾ ഫാമിലിക്ക് ഒരു വിഷമം വരുന്ന കാര്യങ്ങളാണ്. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടാകുക, ചിലപ്പം ബൈ ബർത്ത് യാതൊരു പ്രോബ്ലം ഇല്ലാത്ത കുഞ്ഞുങ്ങളായിരിക്കും. പക്ഷേ നമ്മൾ അവരെ മോൾഡ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മളുടെ മിസ്റ്റേക്ക് കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ ആ ഫാമിലി ആയിരിക്കും വിഷമിക്കുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. സന്തോഷമുള്ള കുഞ്ഞുങ്ങളായിരിക്കട്ടെ. അവരുടെ ചൈൽഡ്ഹുഡ് എന്നും മെമ്മറബിൾ ആയിട്ട് ഇരിക്കാനുള്ള കാര്യങ്ങൾ ആസ് എ പേരൻറ്റ് അല്ലെങ്കിൽ ആസ് എ ഫാമിലി അവർ ചെയ്തു കൊടുക്കുക. താങ്ക് യു.